ഗാസയിലേക്ക് ഇനി പാലസ്തീനികൾ തിരിച്ചു വരണ്ടെന്നും ഗാസ അമേരിക്ക ഏറ്റെടുക്കുകയാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് ഈ യുദ്ധത്തിന് മറ്റൊരു വശമുണ്ടെന്ന്. അതായത് ഇസ്രായേലിന്റെ സ്വപ്ന പദ്ധതിയായ ബെൻ ഗൂറിയോൺ കനാൽ നടപ്പിലാക്കാനും അതുപോലെ ഗാസയെ കസീനോകളും പബ്ബുകളും എല്ലാം നിറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് ഹബ്ബാക്കി മാറ്റാനും വേണ്ടിയിട്ടാണ് യുദ്ധത്തിലൂടെ പാലസ്തീനികളെ ഗാസയിൽ നിന്ന് മോട്ടിക്കുന്നതെന്ന്. ലോകത്തിന്റെ 15% ട്രേഡും ഏഷ്യക്കും യൂറോപ്പിനും ഇടയിലുള്ള 40% ട്രേഡ് നടക്കുന്നത് സുയസ് കനാൽ വഴിയാണ്. ഈ സുയസ് കനാൽ ആവട്ടെ ഈജിപ്തിന്റെ കയ്യിലാണ്. ഈജിപ്തിന് ഇയർലി 9 to 10 ബില്യൺ വരുമാനമാണ് ഈ സുയസ് കനാൽ വഴി കിട്ടുന്നത്. ഇനി യൂറോപ്പിന്റെയും US-ന്റെയും പെർസ്പെക്റ്റീവിൽ സുയസ് കനാൽ ഓൺ ചെയ്യുന്നത് ഈജിപ്റ്റ് ആണ്. ഈജിപ്തിന് ഒരു മോണോപോളിയാണ് ഈ റൂട്ടിലുള്ളത്. പലതവണ ഈജിപ്ത് ഇതുവരെയുള്ള ട്രേഡ് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിറ്റുവേഷനിലെല്ലാം ഈജിപ്തിനെ അനുസരിക്കുകയല്ലാതെ ഇവർക്ക് വേറെ വഴിയില്ല. സുയസ് കനാലിന് പകരമായി അമേരിക്കയും ഇസ്രായേലും യൂറോപ്പും ചേർന്ന് ബെൻ ഗൂറിയോൺ കനാൽ നടപ്പിലാക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഈ പ്രോജക്ട് നടപ്പിലാക്കണമെങ്കിൽ ഗാസയുടെ പൂർണ്ണമായ കൺട്രോൾ ഇസ്രായേലിന്റെ പക്കൽ വേണം. ഈ പ്രോജക്ട് നടപ്പിലാവുന്നതോടുകൂടി ഈജിപ്തിന് സുയസ് കനാൽ വഴി ഈ മേഖലയിലുള്ള മോണോപോളി നഷ്ടമാകും. ഗാസയെ കോൺസെൻട്രേറ്റ് ചെയ്ത് നടന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവും ഇപ്പോൾ ഗാസ ഏറ്റെടുക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനവും എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ കോൺസ്പിറസി സത്യമായിരിക്കുമോ?